കുഞ്ഞികൃഷ്ണൻ, അവിടെ അങ്ങേക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്, BJP-യുടെ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. അതിന് നേരെ പോലീസ് കയ്യാങ്കളിയും പ്രശ്നങ്ങളൊക്കെ ആ മേഖലയിൽ ഉണ്ടാവുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉയരുന്ന ഫ്ലക്സിൽ കഴുത്തിന് നേരെ വടിവാൾ വരുന്ന നാളുകളിൽ വിശുദ്ധൻ എവിടെയായിരുന്നു? കൂട്ടത്തിലൊരു പ്രിയ സഖാവ് വീണുപോയ രാത്രിയിൽ വിശുദ്ധൻ എവിടെയായിരുന്നു? തടവറകളും ഇടിമുറികളും വിളിച്ച നാളുകളിൽ വിശുദ്ധൻ എവിടെയായിരുന്നു? ഊണും കഴിഞ്ഞ് ഏമ്പക്കവും വിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒറ്റുകാരനെ നാട് തിരിച്ചറിയും. രക്തസാക്ഷികൾ സിന്ദാബാദ് അങ്ങയുടെ ചിത്രം ഒരു കറുത്ത വരയിൽ വെട്ടിക്കളയുന്ന ചിത്രങ്ങളൊക്കെ ഫ്ലക്സുകൾ നിരക്കുന്നുണ്ട്. സങ്കടമുണ്ടോ CV കുഞ്ഞികൃഷ്ണൻ ഈ കേൾക്കുന്ന ആരോപണങ്ങളിൽ, ഈ കേൾക്കുന്ന അസഭ്യങ്ങളിൽ? ഈ കാലത്ത് തീരെ സങ്കടമില്ല. കാരണം ഇത് സൈബർ യുഗമാണല്ലോ. സൈബർ പോരാളികൾ എന്ന നിലയിൽ ഏതൊക്കെ രീതിയിലാണ് ഇടപെടുന്നത് വിവിധ വിഷയങ്ങളിൽ എന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലൊന്നും ഒരു സങ്കടമില്ല എന്നതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ MV ജയരാജൻ്റെയും KK രാഗേഷിൻ്റെയും ഒരു ബൈറ്റ്, ഒരു ക്ലിപ്പിംഗ് നിങ്ങളിപ്പോൾ തുടക്കത്തിൽ കേൾപ്പിക്കുകയുണ്ടായി. അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നതാണ്. രക്തസാക്ഷികൾ എന്ന് പറയുന്നത് സഖാക്കളുടെ ഒരു വികാരമാണ്. ആ വികാരം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ അതേ വികാരം മറുഭാഗത്ത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്രചരണ തന്ത്രമാണ് MV ജയരാജൻ നടത്തിയത്. അന്തരിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരിയെപ്പോലും അപമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു സമീപനം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് MV ജയരാജൻ പറയുന്നത്. അങ്ങനെ ഒരു സമീപനവും ഞാൻ സ്വീകരിച്ചിട്ടില്ല. അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ആയതുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം ഞാൻ നേരിട്ട് ചെന്ന് പെടുത്തിയത് സൂചിപ്പിച്ചു എന്നത് മാത്രമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അന്ന് കോടിയേരിയാണ് സെക്രട്ടറി എന്നതുകൊണ്ട് കോടിയേരിയുടെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കോടിയേരിയെ അപമാനിക്കത്തക്ക രീതിയിലോ മോശമായി ചിത്രീകരിക്കത്തക്ക രീതിയിലോ ഒരു വാചകം പോലും ഞാൻ എൻ്റെ അഭിമുഖത്തിൽ ഉന്നയിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ വികാരപരമായി ആളുകൾക്കിടയിൽ വളർത്തിയെടുക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാടാണ് MV ജയരാജൻ ഈ കാര്യത്തിൽ സ്വീകരിച്ചത് എന്ന് പറയാതെ പോകാൻ കഴിയില്ല. KK രാഗേഷ് പറഞ്ഞു V കുഞ്ഞികൃഷ്ണൻ തെറ്റ് ഏറ്റുപറഞ്ഞതാണ്. ഇത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള സമീപനമാണ്. ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സമയത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2021 ഉയർന്നു വന്നതാണ്. അത് ഉയർത്തിക്കൊണ്ട് വന്നത് ഞാൻ തന്നെയാണ്. ഞാൻ ഈ കണക്കുകളെല്ലാം പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് മുകളിൽ കൊടുക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് എൻ്റെ മുമ്പിൽ ആദ്യം വന്നത്. ആ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ മണ്ഡലം കമ്മിറ്റി എന്നെ ചുമതലപ്പെടുത്തിയതാണ്. മണ്ഡലം സെൻറ്റർ എന്നെ ചുമതലപ്പെടുത്തി, അതനുസരിച്ചാണ് ഞാൻ കണക്ക് പരിശോധിക്കുന്നത്. 2021 സമ്മേളനത്തിൻ്റെ സമയത്ത് ഞാനായിരുന്നു ഏരിയ സെക്രട്ടറി. ആ സമ്മേളനത്തിൽ ഒരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ അതിലൊരു വ്യക്തത സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ഏരിയ സെക്രട്ടറിക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നതുകൊണ്ട് ധനരാജ് ഫണ്ടും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് സംബന്ധിച്ച് വിശദമായ പരിശോധന ഞാൻ നടത്തിയതാണ്. ഇതിലൊന്നും കമ്മീഷൻ്റെ നിലപാട് ഞാൻ അംഗീകരിച്ചിട്ടില്ല. തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അന്ന് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഞാനീ പറഞ്ഞ കാര്യം എപ്പോഴാണ് ഉണ്ടായത്? 2025 ഈ 2025 സംഭവത്തെ 2021-22 കാലത്തെ സംഭവമായി കൂട്ടിക്കുഴച്ച് ആ ഫണ്ട് പ്രശ്നത്തിൽ ഞാൻ തെറ്റ് സമ്മതിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയത്.
2025 ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ 2 വിഷയങ്ങൾ ഉന്നയിക്കുകയാണ്. ഒന്ന് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. RSSൻ്റെ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൽ ഒരേ ഒരു CPM നേതാവിനെ മാത്രമേ കണ്ടുള്ളൂ, അത് ഇ പി ജയരാജനെയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു തൃപ്തികരമായ വിശദീകരണം ഇപ്പോഴും കീഴെ നൽകിയിട്ടില്ല. അപ്പം അത് സംബന്ധിച്ചും അതേ തുടർന്ന് ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങൾ സംബന്ധിച്ചും ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ വിഷയം ഉന്നയിച്ചതാണ്. 2 പയ്യന്നൂരിലെ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയവും ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. ജില്ലാ കമ്മിറ്റി കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ തന്നെ ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞ ഒരു കാര്യം, ഈ കമ്മീഷനോട് എനിക്ക് യോജിപ്പില്ല. എന്തുകൊണ്ടെന്നാൽ പയ്യന്നൂരിലെ ഫണ്ട് വിവാദം സംബന്ധിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ രൂപീകരിച്ചിരുന്നു. ആ കമ്മീഷൻ്റെ അനുഭവം എൻ്റെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ വസ്തുതകൾ പരിശോധിച്ച് ശരിയായ നിലയിലുള്ള ഒരു റിപ്പോർട്ടല്ല കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ കമ്മീഷൻ എന്താണ് എന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമ്മീഷൻ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്നാൽ കമ്മീഷനുമായി സഹകരിക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന് പറഞ്ഞു. കമ്മീഷൻ എൻ്റെ അടുത്ത് വന്ന് ഈ 2 കാര്യത്തിന് തെളിവാണ് ആവശ്യപ്പെട്ടത്. ജാവ്ദേക്കർ കേരളത്തിൽ വന്നതിന് തെളിവ് ഞാനെങ്ങനെ കൊടുക്കുക? അതെല്ലാ മാധ്യമങ്ങളിലും വന്ന കാര്യമാണ്, എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതേ തുടർന്ന് ഉണ്ടായ മറ്റു ചില സംഭവങ്ങളുണ്ട്, അതിനും തെളിവ് ഹാജരാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയല്ല. പയ്യന്നൂരിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷൻ ഉണ്ട് എന്നതാണ് എൻ്റെ ആക്ഷേപം. അങ്ങനെ 20 കോടിയുടെ ഡെഡ് മണി എന്ന പാർട്ടിക്ക് അത് ഗുണമില്ലാതെ പോയി എന്ന് കണ്ടെത്തിയ ചതുപ്പ് നിലം. 20 കോടിയുടെ പണം മൃതമൂലധനമായി മാറി എന്നതാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. കമ്മീഷൻ തന്നെ പറയുന്നത് മൃതമൂലധനമായി മാറി എന്നതാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത്. അതിൽ കമ്മീഷൻ നൽകിയതിനെക്കുറിച്ച് വാങ്ങിയതിനെക്കുറിച്ച് ആർക്കാ തെളിവ് കൊടുക്കാൻ സാധിക്കുക? കൊടുത്തവരോ വാങ്ങിയവരോ പറയാണ്ട് അതിന് തെളിവുണ്ടാവില്ലല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ അതിന് തെളിവ് കൊടുക്കാൻ കഴിയുന്നതല്ല. ഈ 2 കാര്യത്തിലാണ് ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ അതും ഈ 2025-ൽ 2022-ലെ ഫണ്ട് വിവാദവുമായി ഒരു ബന്ധവുമില്ല. ഇപ്പം എന്താ വസ്തുത എന്ന് വെച്ചാൽ ആ വിഷയത്തിൽ നേതാക്കന്മാരെ തേജോവധം ചെയ്യത്തക്ക രീതിയിലുള്ള സമീപനം ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പരസ്യമായി ശാസിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അത് ചാനലുകളിൽ വാർത്തയായി വന്നു. കണ്ണൂർ വിഷനിൽ ഒരു പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് വി കുഞ്ഞികൃഷ്ണന് ശാസന എന്ന് പറഞ്ഞ് അതിൽ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നടപടി എന്നാണ്. പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടപടിക്ക് ഒരു പ്രസക്തിയില്ല. അതുമായി ബന്ധപ്പെട്ടേ അല്ല ഈ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം നേതൃത്വമടക്കം MV ജയരാജൻ, KK രാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരടക്കം ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ഇടയാക്കുന്ന വാർത്തകളാണ്. ഒരു പോയിന്റ് കൂടി അത് ആ തെളിവില്ലാന്ന് ഈ 2 വിഷയത്തിലാണ്. ഈ 2 വിഷയത്തിലാണ്, ഭൂമി ഇടപാടും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് തെളിവില്ലാന്ന് ഞാൻ പറഞ്ഞത്, മറ്റു ഫണ്ട് വിവാദത്തിലല്ല. അപ്പോൾ അത് ഫണ്ട് വിവാദത്തിലാണ് ഞാൻ തെളിവില്ല എന്ന് പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഫണ്ട് വിവാദം 2022-ൽ തന്നെ തീരുമാനിച്ചതാണ്, അതിൻ്റെ ജില്ലാ കമ്മിറ്റി നടപടി അവസാനിപ്പിച്ചതാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇപ്പോൾ പയ്യന്നൂരിലടക്കം വലിയ രീതിയിൽ സൈബർ പോരാളികൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.